ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ ഒരു ക്യാപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്യാപ്പാണ് ആവശ്യം. നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ക്യാപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ക്യാപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സർക്കിൾ വരച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ച് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അത് കറക്റ്റായിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും കണ്ടോ. ഇതേപോലെ പുറത്തോട്ട് വരും, വളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ ആവാതിരിക്കാനായിട്ട് അതിന് റൗണ്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ പേപ്പറൊക്കെ ആയാലും മടക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതിന് ശേഷം ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിൽ ആ കളറ് ഫോം ഷീറ്റ് എടുക്കാം. ഫോം ഷീറ്റും ഇതേപോലെ ഈ ഒരു സർക്കിൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റിൻ്റെ കളറൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് ഏത് കളർ വേണമെന്നൊക്കെ നമുക്ക് മാച്ചിങ് നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ട്രിപ്പ് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു സൈസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്ട്രിപ്പ് ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റ് വെറുതെ എക്സ്ട്രാ കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത് മുകളിൽ ആ സർക്കിളും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രാഫ്റ്റിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സംഭവം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ക്ലീനർ എന്നാണ് കേട്ടോ ഇതിനെ പറയുക. ഇത് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡാൻസിങ് ക്രിസ്മസ് ട്രീക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറുള്ള ഈ ഒരു പൈപ്പ് ക്ലീനറാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ചുറ്റിയാൽ മതി. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്ത് എൻ്റെ ഭാഗം ഒന്ന് താഴത്തോട്ടും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനിങ്ങനെ ജസ്റ്റ് ആ ഏറ്റവും ഉള്ളിലത്തെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ പതുക്കെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു ട്രീയുടെ ആ ഒരു ഇങ്ങനെ ഡാൻസിങ് ഷേപ്പിലോട്ട് വരും കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബേസ് നമുക്ക് ഇതിലോട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഇരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഹോൾ ഇട്ട് കുത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, അതിൻ്റെ ഭാഗം ഒന്ന് വളച്ചിങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു റൗണ്ട് നമ്മളൊന്നും കൂടെ ഇതേപോലെ ചെയ്ത് ഒന്നും കൂടെ വലിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചെയ്യണേ, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, വീഡിയോ നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ ഒരു കുട്ടി സ്റ്റാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ പോംസോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ടേബിളിൽ ഡെക്കോർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ഇതല്ലാതെ വേറെ ഒരു ഐഡിയയും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടേബിളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ കേട്ടോ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ടേബിളിലൊക്കെ ഡെക്കോർ ചെയ്ത് വയ്ക്കും. ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് വേറൊരു സംഭവമാണ്, ഇതേപോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇത് ഫുള്ളി ഹോം മെയ്ഡായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. പക്ഷേ ഇതാകുമ്പോൾ ആട്ടണം. ഇത് പക്ഷേ കാറ്റടിച്ചാൽ പോലും ആടുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.